കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഏകദേശം ഒരു വർഷമായി ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ഞാൻ ഡ്രൈവിംഗിന് ചേർന്നു, അത് കഴിഞ്ഞ് PGക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അതിനൊന്നും പോകാൻ പറ്റില്ല. ഈ വർഷം ഞാൻ വീണ്ടും ക്ലാസ്സസിന് പോകാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ലേണേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നു, ടെസ്റ്റ് എഴുതുന്നു, ലൈസൻസ് കിട്ടുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് കുറേ സ്റ്റെപ്സുള്ള വലിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ്സിൽ പോയിട്ട് വരാം. 7:30 നിലമ്പൂർ എത്തണം. അതുകൊണ്ട് ഞങ്ങൾ 6:15 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ലേണേഴ്സിന് പറ്റിയതുപോലെ ഇരുന്നിരുന്ന് വയ്യാണ്ടാവും എന്നുള്ളൊരു പേടി മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. 4 മണിക്കൂർ എങ്ങാണ്ട് ഉണ്ടാവും ക്ലാസ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ 7:30 കയറി ഞങ്ങൾ 8:30 ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിറങ്ങി. എന്തൊരു സമാധാനം, ഒരു കടമ്പ അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഇന്ന് കോളേജിൽ ലീവ് എടുത്തിട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ട്. പിന്നെ കൊച്ചിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് സുഡിയോയിൽ പോയി. കാരണം സുഡിയോയിൽ സെയിൽ നടക്കുന്ന ടൈമാണ്. സുഡിയോ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വട്ടായി. 2 പേരും 2 വഴിക്കായി. രാവിലെ 6:15 ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ KFC കയറി. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഈ വ്ളോഗ് ഫുൾ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാവും. അപ്പോൾ അത്രേ ഉള്ളൂ.